ഏകദേശം 6 വർഷം മുമ്പ് കാണാതായ ജിസ്ന എവിടെയാണെന്നുള്ള വിവരം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതിനിടെയാണ് CBI ഇപ്പോൾ കേസ് അവസാനിപ്പിക്കാനായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ജിസ്നയുടെ അച്ഛൻ തന്നെയുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്, അദ്ദേഹം ഇനി കേസുമായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നുള്ള അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. കേസുമായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാനാണോ തീരുമാനം? CBI അന്വേഷണം നിർത്തിയിട്ടില്ല. അത് ഏതെങ്കിലും സൂചന കിട്ടുമ്പോൾ ഇപ്പോൾ അവർ നിരീക്ഷണത്തിലാണ്, പല കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധാർ വെച്ച് നിരീക്ഷണത്തിലാണ്, അങ്ങനെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ നിരീക്ഷണത്തിൽ ഏതെങ്കിലും സൂചന കിട്ടുന്ന തുടരന്വേഷണം ഉണ്ടാകും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. CBI ഇപ്പോഴത്തെ SP ഒരു ലേഡിയാണ്, ബാംഗ്ലൂർ SP ആയിരുന്ന ആളാണ്. നല്ല രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ കാഴ്ചവെച്ചത്. മിക്കവാറും വിളിക്കാറുണ്ട്, എന്നെ വിളിക്കും, മോളെ വിളിക്കും. അവർ എരുമേലി അവരുടെ ഗസ്റ്റ് ഹൗസിലുള്ള സമയത്തെല്ലാം വിളിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഞങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യകാലങ്ങളിൽ നമുക്കിവിടെ പറ്റിപ്പോയത് ലോക്കൽ പോലീസിൻ്റെ അനാസ്ഥയാണ്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ജസ്നയ്ക്ക് വേണ്ടി ഞാൻ പരാതി കൊടുത്ത് 7 ദിവസം കഴിഞ്ഞാണ് ഇവിടെ പോലീസ് അന്വേഷിക്കാൻ വന്നത്. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ വഴിതിരിക്കാൻ വേണ്ടി ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാർ ഒക്കെ വന്നപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിന് നമ്മൾ പറയുന്ന വഴി അന്വേഷിക്കാൻ അവർക്കും പറ്റിയില്ല. അവർ പറയുന്ന ഊഹാപോഹങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോൾ സമയം പോയി. അപ്പോൾ 1 ആഴ്ച 2 ആഴ്ച ആദ്യത്തെ ഒരു വിലപ്പെട്ട ആഴ്ചകൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ജസ്റ്റിനെ കിട്ടാതെ തന്നെ പോയത്. ഇടയ്ക്ക് ടോമിൻ തച്ചങ്കരി ക്രൈംബ്രാഞ്ച് അന്വേഷണ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റിനെ കുറിച്ച് നിർണായക വെളിപ്പെടുത്തൽ കിട്ടി, കോവിഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റാതായി പോയത്. അതിനെക്കുറിച്ച് പിന്നീട് എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ല. അതായത് കോവിഡാണെങ്കിലും ഒരാളെ കണ്ടു എന്നൊരു സൂചന കിട്ടിയെങ്കിൽ അതിന് തുടരന്വേഷണം നടത്താമല്ലോ. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ കേരള പോലീസിനുണ്ടല്ലോ. അപ്പോൾ പെൻഷൻ ആകുന്നതിൻ്റെ തലേദിവസം ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടേണ്ട ജസ്റ്റിനായാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ നമ്മൾ സൈലൻ്റായിട്ട് നിന്നാൽ പോലും ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇനി നോക്കും. ഈ 2021 CBI ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം അവർ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊല്ലം ജയിലിലുള്ള അദ്ദേഹത്തിൻ്റെ സഹതടവുകാരന് ജസ്റ്റിനെ കുറിച്ച് അറിയാമെന്നുള്ളത്. അതിനെക്കുറിച്ച് CBI അന്വേഷിച്ചു. അവരെന്താണ് പറഞ്ഞത്? അന്വേഷിച്ചിരുന്നു. അവരത് പറഞ്ഞത് ഇത് ഊഹാപോഹങ്ങളാണല്ലോ അവിടെ ഇവിടെയൊക്കെ പറയുന്നത്. പിന്നെ ഒരു കർമ്മ ന്യൂസിലെ ഒരു ആൾ പറഞ്ഞു, പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. പുള്ളിയൊക്കെ ഇങ്ങനെ അന്വേഷണം വഴിതെറ്റിക്കുക എന്നല്ലാതെ വേറെ പ്രയോജനം ഉണ്ടായില്ല. അപ്പം എന്തായിരുന്നാലും അതായത് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുകയാണെങ്കിൽ തുടർ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാനാണ് കുടുംബത്തിൻ്റെയും തീരുമാനം അല്ലേ? തീർച്ചയായിട്ടും. 6 വർഷം മുമ്പ് കാണാതായ തങ്ങളുടെ മകൾ എവിടെയാണെന്ന് പോലും, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഈ ഒരു കുടുംബത്തിന് ഇപ്പോഴും അറിയില്ല. എന്തായാലും ഒരു ചെറിയ തുമ്പെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ CBI ഇപ്പോൾ ഈ കേസ് അവസാനിപ്പിക്കില്ല, അവരും മുന്നോട്ട് തന്നെ പോകും. അതുകൊണ്ട് എന്തായാലും ഒരു ചെറിയ തുമ്പെങ്കിലും കിട്ടാനായിട്ട് നമുക്കും നോക്കാം. പുല്ലമ്പാറയ്ക്കൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.